ഹലോ, ഞാൻ നിൽക്കുന്നത് കുഴുപ്പള്ളി ബീച്ചിൻ്റെ അടുത്തായിരുന്നു. ഇവിടെ എത്താൻ പോകണം. അപ്പോൾ ആ വഴിക്ക് പോയപ്പോൾ ഒന്ന് എടുക്കാൻ പോകണം. രക്ഷയില്ല, ഭയങ്കര ഒരു പ്രത്യേക കാലാവസ്ഥയാണ്, സുന്ദരമായ കാലാവസ്ഥ. ചൂളമരമൊക്കെ വെച്ചിട്ട് ചൂളമരത്തിൻ്റെ കാലത്തൊക്കെ നല്ല രസമാണ്. ക്ലൈമറ്റ് ഭയങ്കര സുന്ദരമാണ്. കണ്ടില്ലേ, ബീച്ച് ഭയങ്കര നല്ല രസമുണ്ടാണ്. ബീച്ച് നേരെ ചെറായി വെച്ചിട്ട് ചെറായി വെച്ച് ഞങ്ങൾ അടുത്തേക്ക് പോവാം. പള്ളിപ്പുറം ആ ഭാഗത്തേക്ക് പോവാം. നേരെ കിടക്കല്ല ബീച്ച് അങ്ങോട്ട്. ഇവിടെ മാത്രം പ്രത്യേകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വളവന്തിരിയൊന്നുമില്ല. നേരെയാണ് പോവാം ബീച്ചിലേക്ക്. പ്രത്യേകത ബീച്ചിൻ്റെ റൈറ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് നേരെ കുഴിപ്പള്ളി ബീച്ച്, മെയിൻ ബീച്ച്. പിന്നെ അവിടെ നേരെ എടവണക്കാട്, നായരമ്പലം, ഞാറക്കലി, പുതുവയ്പ്പ് അറ്റം വരെ അങ്ങോട്ട് പോവാം. വൈപ്പിന് അറ്റം വരെ പോവാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സൗന്ദര്യം കാണാം. എത്ര പല പല ഏരിയയിൽ പല പല സൗന്ദര്യമാണ് ഈ ബീച്ചിന്. അത് വൈപ്പിങ്ങരുടെ പ്രത്യേകത, വൈപ്പിന് അതിൻ്റെ പ്രത്യേകത. നമ്മൾ പോകുന്തോറും പല പല വ്യത്യാസമുണ്ട് ബീച്ചിന്. അപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കും. അതാണ് വേറെ ബീച്ചിൻ്റെ ബീച്ച് പരമായ കുറേ വീഡിയോസ് എന്നോട് കിടപ്പുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ പോകുന്ന എടുക്കുകയാണ്. പക്ഷേ സൗണ്ട് നല്ല രസമാണ്. ബീച്ചിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരമല്ല, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കണ്ടാലും നമുക്ക് മതി വരാത്തൊരു പ്രത്യേക ഒരു സീനറിയാണ്. സമീപം 5 മണിയായി. 5 മണിയായെങ്കിലും നമുക്ക് നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പം. ചൂളമരമൊക്കെ ചുടിപ്പിച്ച് നല്ല സുന്ദരമാണ് ഏരിയ. അതുപോലെ അപ്പുറത്തേക്കും ചൂളമരം വെച്ച് ചുടിപ്പിച്ച് അതിന് ചൂളമരം ഉണ്ടാവുന്നുണ്ട്. പ്രൊട്ടക്ഷനാണ്. ഇവിടെ കുളിക്കാൻ കുഴപ്പമൊന്നുമില്ല. നല്ല, പക്ഷേ നല്ലൊരു പ്രത്യേക രസമാണ്. കടലുണ്ടില്ലേ, കടലുള്ള സുന്ദരമായി. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക്, ബെൽ ബട്ടൺ ഇതിന് സഹായിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കുഴിപ്പള്ളി മെയിൻ ബീച്ചിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു.